സങ്കടവും വേദനയും എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് ദൈവത്തിന്റെ വചനം നമ്മൾ കൊടുക്കണം. ഇപ്പൊ ഒരു ചെടി നട്ട് വെയിൽ കൊണ്ടിട്ട് ഈ ചെടി അങ്ങോട്ട് വാടി കരിഞ്ഞു നിൽക്കുക. നിങ്ങൾ ചെന്നപ്പോ നിങ്ങൾ എന്നെ ചെയ്യും? പെട്ടെന്ന് പോയിട്ട് അവിടെ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കും. അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോൾ ആ ചെടി അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറും. അത്രയും ചൂടേറ്റ് വാടി നിന്നതിന് വെള്ളം കൊടുത്തപ്പോ അതതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക്, അതിന്റെ സ്വാഭാവികമായ അവസ്ഥയിലേക്ക് മാറിയതുപോലെ ദൈവ മക്കളായ നമ്മൾ എത്ര കണ്ട് ഞെരുക്കങ്ങളും അസ്വസ്ഥതകളും ചുടുകാറ്റടിക്കുന്ന അനുഭവങ്ങളും തളർത്തിക്കളയുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമാണ്, ജീവജലമാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ഒരു സമയം കിട്ടുമ്പോൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ വിളിച്ചും അയൽക്കാരുടെ അടുത്ത് പോയിട്ട് അവരുടെ പോയിട്ട് വർത്താനം പറയാതെ, അവരെ വീട്ടിൽ വിളിച്ച് സംസാരിക്കാതെ സമയം കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബൈബിൾ എടുത്തിട്ട് വചനം പറ, വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കും, വചനം വായിക്കും. അതല്ലെങ്കിൽ മൊബൈലൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ മൊബൈൽ ഇട്ടിട്ട് വചനം, നിങ്ങളൊക്കെ ഒത്തിരി വചനം കേൾക്കുന്നവരാണെന്ന് എനിക്കറിയാം. ഇത് എന്തിനാണെന്നറിയാമോ? ഉള്ളിൽ ഈ വചനം കിടക്കുന്ന ഒരു ഗുണം എന്നാണെന്നറിയാമോ? നമ്മൾ പോലും അറിയാതെ ഞെരുക്കങ്ങൾ വർദ്ധിക്കുമ്പോൾ, അസ്വസ്ഥതകൾ ഏറുമ്പോൾ ഈ വചനത്തിന്റെ പ്രവൃത്തി ചെയ്യും.